സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളൊരു പുതിയ എപ്പിസോഡുമായിട്ടാണ് വരുന്നത്. അതായത് SIP, ഈ മ്യൂച്വൽ ഫണ്ടിലും ETF-കളിലും സ്റ്റോക്കുകളിലൊക്കെ SIP-യിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതൊരു നോർമൽ സ്ട്രാറ്റജിയാണ്. അതൊരു ബാങ്കിലൂടെ ഒരു ഓട്ടോ ഡെബിറ്റിൽ പോകുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ നമ്മളുടെ കുറച്ച് ഊർജ്ജം ചിലവഴിക്കാനും കുറച്ച് സമയം ചിലവഴിക്കാനും കഴിയുന്ന ആളുകളാണെങ്കിൽ ജോലിക്കിടയിൽ പോലും ചെയ്യാവുന്നതാണ്. ഈ ലക്ഷങ്ങൾ കൂടിയിട്ട് വളരും. എങ്ങനെയാണ് അത്ഭുതം സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിലേക്കൊന്ന് എന്താണെന്നൊന്ന് നോക്കാതെ എന്താ സംഭവിക്കുന്നത്. സാധാരണ ഒരാൾക്ക് SIP-യിലൂടെ ലക്ഷങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് മോഡിഫൈഡ് SIP സ്ട്രാറ്റജിയിലൂടെ കോടി രൂപയാണ് ലഭിക്കുന്നത്. ഓക്കെ, അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് 10 വർഷത്തേക്ക് ആവറേജ് 12% റിട്ടേൺ തരുന്നു എന്നിരിക്കട്ടെ. 10,000 രൂപ വെച്ച് പ്രതിമാസം SIP ആയി നിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ലഭിക്കുന്നത് ലക്ഷങ്ങളാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക 12 ലക്ഷമായിരിക്കും. 12,40,359 രൂപ ചേർത്താൽ മൊത്തം നമുക്ക് ലഭിക്കുന്നത് 22,40,359 രൂപയാണ്. എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് ചോദിച്ചാൽ ഇൻബോക്സിൽ വന്ന് ചോദിച്ചാൽ പറയാം. പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടാലും കുറേ മനസ്സിലാവും. ഡൗട്ടറിനോട് ചോദിക്കാം. അവിടെയാണ് SIP-യുടെ മനോഹാരിത. ഒറ്റത്തവണ ഓരോ മാസവും നിക്ഷേപിക്കുന്ന തുകയുടെ കോമ്പൗണ്ട് രീതിയിലുള്ള കാൽക്കുലേഷൻസ് ആണ് ഈ വളർച്ചയിലൂടെ നിക്ഷേപകർക്ക് ലഭിക്കുന്നത്. ഒറ്റത്തവണയായി നിക്ഷേപിക്കുന്നതിന് പകരം ജോലിയൊക്കെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റു വരുമാനങ്ങൾ ബിസിനസ്സുകളുള്ള ആളുകൾക്ക് മന്ത്ലി കുറേശ്ശെ നിക്ഷേപിക്കുക. അതാണ് SIP. അത് നമ്മളൊന്നും അറിയണ്ട. അത് ബാങ്കിൽ നിന്ന് ഓട്ടോ ഡെബിറ്റായിട്ട് പോയിക്കോളും. പക്ഷെ അതിന് അങ്ങനെ സാധാരണ ഒരു നിക്ഷേപകന് 10 വർഷം കൊണ്ട് 10,000 രൂപ വെച്ച് നിക്ഷേപിക്കുമ്പോൾ ലക്ഷത്തി ചില്ലറ നമ്മൾ മുകളിൽ കണക്ക് പറഞ്ഞല്ലോ, അത്രയും ലക്ഷങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ, അതായത് 22 ലക്ഷം ആണ് ആവറേജ് ലഭിക്കുന്നതെങ്കിൽ ഇത് ലാഭടകം. മോഡിഫൈഡ് SIP-യിലൂടെ കിട്ടുന്ന ഇതെന്താണെന്ന് നോക്കാം. മോഡിഫൈഡ് SIP അങ്ങനെ സ്ട്രാറ്റജി ഇല്ല, നമ്മളുടെ ഒരു കണ്ടെത്തലിലൂടെയുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുന്നത്. ഒറ്റത്തവണ നിക്ഷേപിക്കുന്നതിനേക്കാൾ അത്ഭുതകരമായ വളർച്ചയാണ് മ്യൂച്വൽ ഫണ്ടിലൂടെ SIP ചെയ്യുമ്പോൾ ലഭിക്കുക. നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഇനി എന്താണ് പരിഷ്കരിച്ച SIP സ്ട്രാറ്റജി എന്ന് പരിശോധിക്കാം. ഇത് ഞാൻ തന്നെ കുറേ കാലത്ത് റിസർച്ചിലൂടെ കണ്ടെത്തിയ ഒരു സ്വന്തം സ്ട്രാറ്റജി തന്നെയാണ്. എന്നാലും നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ടാകാം. നിങ്ങളിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വീഡിയോ ദയവായി മുഴുവനായും കാണുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ സാങ്കേതിക വിവരങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് നിർത്തി പോകരുതെന്ന് അർത്ഥം. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയ മാത്തമാറ്റിക്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, എളുപ്പമാണ്. നമ്മൾ ചെയ്യുന്ന SIP രീതി അല്പം മോഡിഫൈ ചെയ്യുന്നു. ഇത് ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എന്നത് കൂടിയായി ഉയരും. അതിനായി നിങ്ങൾ അധിക തുക അടയ്ക്കേണ്ടതുമില്ല എന്നതാണ് വിസ്മയിക്കുന്ന കാര്യം. 10 വർഷത്തേക്ക് നമ്മൾ പ്രതിമാസം എത്രയാണ് അടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഈ സ്ട്രാറ്റജിയിലും അടച്ചാൽ മതിയാവും. അതായത് പ്രതിമാസം 10,000 രൂപ SIP അടക്കണം. സ്വന്തമായുള്ള ഈ സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക പേരില്ല. നമുക്കിതിനെ മോഡിഫൈഡ് SIP സ്ട്രാറ്റജി എന്ന് വിളിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF അതുമല്ലെങ്കിൽ ഒരു നല്ല സ്റ്റോക്ക് തിരഞ്ഞെടുത്ത് അതിൽ പ്രതിമാസം 10,000 രൂപ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. ഇത് എല്ലാ മാസവും തുടർന്നു കൊണ്ടിരിക്കും. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ബാങ്കിനെ ഏൽപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അവർ എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിക്ക് ആ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപം നടത്തുന്നു. ഇത് സത്യത്തിൽ കണ്ണടച്ചുള്ള ഒരു കളിയാണ്. ഉദാഹരണത്തിന് ഓരോ മാസവും 10-ാം തീയതിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് കരുതുക. ദൗർഭാഗ്യവശാൽ മാർക്കറ്റ് ആ മാസത്തെ ഉയർന്ന നിലവാരത്തിലാണ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ബാങ്ക് ഇതെല്ലാം ഓട്ടോമാറ്റഡായി ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ മാസത്തെ കൂടിയ വിലയ്ക്കാണ് 10-ാം തീയതി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ കഴിഞ്ഞത്.
ഉദാഹരണത്തിന് നിങ്ങളുടെ ഫണ്ടിൻ്റെ NAV നെറ്റ് അസറ്റ് വാല്യൂ മെയ് 10 300 രൂപ ആയിരുന്നു. അപ്പോൾ ഈ ഫണ്ട് ഉദാഹരണത്തിന് HDFC മിഡ് ക്യാപ്പ് എക്സാക്റ്റ് പ്രൈസ് അല്ല, നമ്മളൊരു ഏകദേശമാണ് അത് പറയുന്നത്. പൊതുവെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ, കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ഉയർന്ന വിലയിലാണ് ലഭിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ NAV 300-ൽ നിന്ന് കുറഞ്ഞ് 275 വരെ താഴോട്ട് പോയി. താഴോട്ട് പോകുമ്പോഴാണല്ലോ വാങ്ങേണ്ടത്. കുറയുമ്പോൾ വാങ്ങിയാലല്ലേ ലാഭം കിട്ടും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ മെത്തേഡ് ചാർട്ടിലൂടെ അല്പം കഴിഞ്ഞ് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. നിങ്ങളുടെ അടുത്ത SIP തീയതി ജൂൺ 10 ആയിരിക്കുമല്ലോ. കാരണം ഒരു SIP നമ്മൾ കഴിഞ്ഞു, മെയിൽ കഴിഞ്ഞു, അടുത്ത ജൂൺ 10-നാണ് ആയിരിക്കും, ഉദാഹരണം ആയിരിക്കും. അപ്പോഴേക്ക് NAV കയറി വന്ന് 305 രൂപയായി. അപ്പോഴും നിങ്ങൾ വാങ്ങിക്കുന്നത് കൂടിയ വിലക്ക് തന്നെ. കാരണം അത് ഓട്ടോമേറ്റഡ് ആണ്, ബാങ്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് കൂടിയതാണോ കുറവെന്ന് ബാങ്കിന് അറിയാം, ഇതിന് മെഷീൻ അറിയില്ല. അത് കൂടിയ വിലക്ക് തന്നെ വാങ്ങിച്ചു. പകരം അത് നിങ്ങൾ തന്നെ മാനുവലായി ചെയ്യുക. ബാങ്കിനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ബാങ്ക് അത് കണ്ണടച്ചാണ് ചെയ്യുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ, അഥവാ ഓട്ടോമേറ്റഡ് ഡെബിറ്റ് സമ്പ്രദായം. ഒരു ദിവസത്തിൽ തന്നെ പല റേഞ്ചിലാണ് വിൽപ്പന നടക്കുന്നത്, നമുക്കൊക്കെ അറിയാം. അതാണ് അതിൻ്റെ ഒരു മനോഹാരിത. നെക്സ്റ്റ് നിഫ്റ്റി 50യുടെ ETF ആണെങ്കിൽ കുറച്ചുകൂടി ഫ്ലക്ച്വേഷൻ ഉള്ളതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നെക്സ്റ്റ് 50 എന്ന് പറയുമ്പോൾ ജൂനിയർ നിഫ്റ്റി എന്നൊക്കെ പറയും. അതായത് ഈ നിഫ്റ്റി 50യുടെ അടുത്ത ഒരു 50 കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ABB, അങ്ങനെ കുറേ ICICI, GI, ഇങ്ങനെ പല കമ്പനികളുണ്ട് അതിനകത്ത്. ഈ വെറുതെ പെയിൻറ്റ് കമ്പനികൾ, ഇങ്ങനെ കുറേ കമ്പനികളുണ്ട് അതിനകത്ത്. ഈ കമ്പനികളൊക്കെയാണ് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ നിഫ്റ്റിയിലത്തെ ഏതെങ്കിലും സ്റ്റോക്ക് മോശമായിട്ട് വരുമ്പോൾ അത് മാറ്റിയിട്ട് നെക്സ്റ്റ് 50യിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പം നെക്സ്റ്റ് 50യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നല്ല വളർച്ച ഉണ്ടാക്കും. കാരണം അതിപ്പോൾ ഈ നിഫ്റ്റി 50യിലുള്ള കമ്പനികളാകുമ്പോൾ നമുക്കറിയാം അത് ഓൾറെഡി വളർന്നു കഴിഞ്ഞ കമ്പനികളാണ്. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് TCS, ഇൻഫോസിസ്, ഇങ്ങനെ പല വലിയ വലിയ കമ്പനി, HDFC ബാങ്ക്, ഇവരൊന്നും വലിയ മാറ്റം വരുന്നില്ല. അതിങ്ങനെ നിലവിലുള്ളതുമായിട്ട് അങ്ങോട്ട് പോവാണ്, കൂടുതലും മാറ്റമില്ല. കാരണം അത് ഓൾറെഡി വളർന്ന് നിൽക്കുന്ന കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികൾക്ക് വളർച്ച വേണമെങ്കിൽ, വളർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള കമ്പനികൾ, നിഫ്റ്റിയുടെ ആ റേഞ്ചിൽ എത്തിയിട്ടില്ലാത്ത കമ്പനികൾ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ നെക്സ്റ്റ് നിഫ്റ്റി 50 ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ETF നമുക്ക് പരിശോധിക്കാം. അതിൽ നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ടായി. ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ കൂടുമ്പോൾ വാങ്ങിക്കാനും കൂടുമ്പോൾ വിൽക്കാനും കുറയുമ്പോൾ വാങ്ങാനൊക്കെ പറ്റുള്ളൂ. ഫ്ലക്ച്വേഷൻ സ്വാഭാവികമായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് നടത്താനും നല്ലതാണത്. അപ്പോൾ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ നമ്മളിത് മാനുവലായിട്ട് ചെയ്യുക. ഒരു ദിവസത്തിൽ തന്നെ പല റേഞ്ചിലാണ് വിൽപ്പന നടക്കുമെന്ന് പറഞ്ഞല്ലോ. നെക്സ്റ്റ് നിഫ്റ്റിയുടെ ETF ആണെങ്കിൽ കുറച്ചുകൂടി ഫ്ലക്ച്വേഷൻ ഉള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ഈ സ്ട്രാറ്റജിക്ക് മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ ഇത്തരം ETFകളാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. അതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. കയറ്റിറക്കങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു എന്നതിനാൽ അതിനർത്ഥം അതിൽ നല്ല ട്രേഡ് നടക്കുന്നുണ്ട് എന്നതാണ്. ETFകൾ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ സുരക്ഷിതവുമാണ്. ഒറ്റ സ്റ്റോക്കിൽ തന്നെ നിക്ഷേപിക്കുന്നതിനേക്കാൾ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ETF ആണ് കൂടുതൽ നല്ലത്. കാരണം സ്റ്റോക്ക് ആണെങ്കിൽ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലും മറ്റും വല്ലാതെ താഴോട്ട് പോയിരിക്കും. അത് പിന്നീട് കയറി വന്ന് പഴയ നിലയിലെത്താൻ സമയമെടുക്കും. അപ്പോൾ നിങ്ങളുടെ ഫണ്ട് മുടങ്ങിക്കിടക്കും. എന്താണ് മ്യൂച്വൽ ഫണ്ടും ETF-ഉം തമ്മിലുള്ള വ്യത്യാസം? ഈ ETF എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചിലർക്കെങ്കിലും ഇപ്പോൾ സംശയം ഉണ്ടായിട്ടുണ്ടാവും. അടിസ്ഥാനപരമായി മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് ETF സൂചിപ്പിച്ചത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ആ ദിവസത്തെ ക്ലോസിംഗ് റേറ്റ് അടിസ്ഥാനമാക്കിയാണ് AMC നിങ്ങൾക്ക് വേണ്ടി ഫണ്ട് വാങ്ങിക്കുന്നത്. അതായത് നമ്മളൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കത് കിട്ടുന്നില്ല. അത് ചിലപ്പോൾ കുറഞ്ഞ ലെവലിലാവും നമ്മൾ വാങ്ങിക്കാനിട്ടുണ്ടാവുക. പക്ഷെ അത് പിന്നീട് കൂടി കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ അവർ വാങ്ങിക്കുക. അതൊക്കെ ക്ലോസിംഗ് കഴിയുമ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് സാധാരണ വാങ്ങിക്കുന്നത്. അത് നമ്മൾക്ക് ഓർഡർ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. വാങ്ങിക്കുന്നത് അവരാണ്. അതായത് രാവിലെ 11 മണിയോടെ മാർക്കറ്റ് പൊളിഞ്ഞ് വളരെ താഴോട്ട് വന്നു. ഈ അവസരത്തിൽ നിങ്ങളുടെ 300 രൂപ NAV ഉള്ള ഫണ്ട് 280-ലേക്ക് കുറഞ്ഞ് കാണണം. പക്ഷെ അത് നിങ്ങൾ ലൈവായി കാണുന്നില്ല. മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷമാണ് NAV നിശ്ചയിക്കുക. അപ്പോൾ മാത്രമേ, അതല്ലെങ്കിൽ അതിനടുത്ത ദിവസം മാത്രമേ ഇത് NAV കാണാൻ കഴിയുകയുള്ളൂ.
അങ്ങനെ വരുമ്പോൾ ക്ലോസിംഗ് സമയത്ത് മാർക്കറ്റ് തിരിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ, അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, തിരിച്ച് നമ്മൾ വാങ്ങിയ ഒരു ഉദ്ദേശ വിലയിൽ നിന്ന് വീണ്ടും തിരിച്ചു കയറും. മാർക്കറ്റിന്റെ സ്ഥിതിയല്ല, ചിലപ്പോൾ പെട്ടെന്ന് കയറിയിട്ടുണ്ടാവും. തിരിച്ചു കയറുന്നത് ആ കുറഞ്ഞതിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ആ കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ലല്ലോ. കൂടിയ വിലക്ക് തന്നെയായിരിക്കും AMC വാങ്ങിയിട്ടുണ്ടാവുക. അവിടെയാണ് ETF-ന്റെ പ്രസക്തി. ETF നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്കിനൊപ്പം തന്നെ ലൈവായി കാണാനാകും. അതായത് മാർക്കറ്റ് കുറഞ്ഞ അവസ്ഥയിലാണ് ഓർഡർ കൊടുത്തത്, അപ്പോഴത്തെ നിങ്ങളുടെ ETF-ന്റെ വില 280 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്ക് തന്നെ 280 രൂപയ്ക്ക് നിങ്ങൾക്ക് ETF വാങ്ങാനാകും. അതാണ് ETF-ന്റെ പ്രത്യേകത. ലൈവായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. കുറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവരെ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൂടുന്ന കുറയുന്ന നമ്മൾ അറിയേണ്ട കാര്യമില്ല. എന്താണ് റേറ്റ്, സ്റ്റോക്ക് വാങ്ങിക്കുന്ന വില അതേ ലെവലിൽ നമുക്ക് ETF വാങ്ങിക്കാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു മാസത്തിൽ നിരവധി തവണ കൂടിയും കുറഞ്ഞും ഇരിക്കും. വില ഏറ്റവും താഴോട്ട് വരുന്ന അവസരത്തിലാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇതിനായി വളരെ കുറഞ്ഞ സമയം മാത്രമേ ചിലവഴിക്കേണ്ടതുള്ളൂ. ബ്രോക്കറുടെ സൈറ്റിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്തിട്ടാൽ മാത്രം മതി. ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതിയാകും. ഇതിനായി വാച്ച് ലിസ്റ്റിൽ കുറച്ച് ETF വേറെ ചേർത്തിടാവുന്നതാണ്, ഒപ്പം മികച്ച സ്റ്റോക്കുകളും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 12% നേട്ടം എന്നത് മാറി 40-ലോ അതിലധികമോ ആയി മാറും. അതായത് നോർമൽ SIP-യിൽ നിക്ഷേപിച്ച ഒരാൾക്ക് ലക്ഷങ്ങൾ കൊണ്ട് സംതൃപ്തിപ്പെടേണ്ടി വന്നെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈഡ് SIP-യിലൂടെ 1,23,626 രൂപയാണ് ലഭിക്കുന്നത്. നല്ലതല്ലേ? അതിനായി നിങ്ങൾ എക്സ്ട്രാ തുകയൊന്നും അടയ്ക്കേണ്ടതുമില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന്റെ അല്പഭാഗം മാത്രം മാറ്റിവെച്ചാൽ മതി. വളരെ ബുദ്ധിപൂർവമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കതിലൂടെ നേട്ടം കൂടുതലുണ്ടാക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. തിരഞ്ഞെടുക്കാവുന്ന ചില മ്യൂച്വൽ ഫണ്ടുകൾ പറഞ്ഞുതരാം. പക്ഷെ ആദ്യമേ പറയട്ടെ, നമ്മൾ നേരത്തെ അതിനകത്ത് നമ്മൾ മെസ്സേജിൽ ഇതിലിട്ടിട്ടുണ്ട്, ഡിസ്ക്ലൈമർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഷെയറോ അതല്ലെങ്കിൽ അസറ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകളോ വാങ്ങാനുള്ള നിർദ്ദേശങ്ങളോ അതല്ലെങ്കിൽ സജഷൻസോ ഒന്നുമല്ല. അത് പഠനാവശ്യത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നതിനുള്ള ബ്രോക്കറോട് ചോദിച്ചിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് കുറേ ഉപകാരപ്പെടും. നമുക്ക് 4-5 സർട്ടിഫിക്കറ്റുകൾ, അഡ്വാൻസ്ഡ് ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ഇങ്ങനെ കുറേ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് NSE-യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ 10-20-ലധികം വർഷത്തെ നമ്മുടെ റിസർച്ച് ഉണ്ട്. ICICI ഡയറക്റ്റ്, സീറോദ പോലെയുള്ള ബ്രോക്കറേജ് കമ്പനികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വളരെ ബുദ്ധിപൂർവമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ചില ഫണ്ടുകൾ, നമുക്ക് 3 ഫണ്ടുകൾ ഞാൻ പറയാം. ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്ലെക്സി ക്യാപ്പ് കൂടി വാങ്ങിക്കാവുന്നതാണ്. ഈ 3 ഫണ്ടുകളാണ് ഇതിനിപ്പോൾ ഇതിൽ പറയുന്നത്. പിന്നെ ഫ്ലെക്സി ക്യാപ്പും ഏതെങ്കിലും തിരഞ്ഞെടുത്തൊന്ന് വാങ്ങിക്കാം. അപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സജഷൻ മാത്രമാണ്, അല്ല ഉദാഹരണം പറയുന്നത് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കാം. HDFC ടോപ്പ് 100 നല്ലൊരു ഫണ്ടാണ്, HDFC ടോപ്പ് 100. പിന്നെ മിഡ് ക്യാപ്പ് ആണെങ്കിൽ തന്നെ SBI മാഗ്നം ഫണ്ട്, മിഡ് ക്യാപ്പ് SBI മാഗ്നം ഫണ്ട്. സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ്. നമുക്ക് ETF ഏതൊക്കെയാണെന്ന് നോക്കാം. ETF ആകുമ്പോൾ ലൈവായിട്ട് വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. ETF ഏതാണെന്ന് നോക്കാം. SBI നിഫ്റ്റി 50 ETF. ഈ നിഫ്റ്റി 50 ETF എന്ന് പറയുമ്പോൾ നമ്മളൊന്നും നോക്കേണ്ടതില്ല. നിഫ്റ്റി എങ്ങോട്ട് കയറുന്നു എങ്ങോട്ട് ഇറങ്ങുന്നു ആ ലെവലിൽ നിഫ്റ്റിക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാം. നിഫ്റ്റി 50 ETF. നെക്സ്റ്റ് നിഫ്റ്റി ETF എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, അതിൽ വളർച്ച ഉണ്ടാകാവുന്ന സ്റ്റോക്കുകളാണ്. കുറച്ച് ഇറങ്ങും, നല്ല കൂടും. അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ വരുന്നുള്ളത് CPSE ETF ആണ്. ഈ CPSE ETF എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബാങ്കുകളുടെയും പബ്ലിക് ബാങ്കുകളുണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റു ചില ഗവൺമെൻറ് റിലേറ്റഡ് സ്ഥാപനങ്ങളുടെയൊക്കെ ETF-കൾ, അങ്ങനെ ഫണ്ട്, മറ്റേ ഈ സ്റ്റോക്കുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ETF ആണ്. നല്ല വളർച്ചയുള്ള ETF ആണ്. അതിലൂടെ നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റും CPSE ETF. പിന്നെ വരുന്നത് ബാങ്ക് റിലേറ്റഡും കൂടി പറയുകയാണെങ്കിൽ, ബാങ്ക് റിലേറ്റഡ് കൊട്ടായക്ക് PSE ബാങ്കാണ്.
കൊഡാക് PSU ബാങ്ക് ETF ഇതും നല്ലതാണ്. ഇത്തരം ഇങ്ങനത്തൊക്കെ വളരെ നല്ല ഫണ്ടുകളും ETF ഒക്കെയാണ്. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാം നമുക്കറിയാവുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇതിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കുറച്ചുകൂടി നമുക്ക് ഇതിൽ നിന്ന് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ മാർക്കറ്റ് എങ്ങനെയാണിത് സംഭവിക്കുന്നത്, ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് ഫ്ലക്ച്വേഷൻ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റ് പെട്ടെന്ന് ഉള്ള ഒരു കയറ്റമല്ല ഉണ്ടാകുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ മാർക്കറ്റ് കുറേശ്ശെയാണ് കയറുക. ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ കുത്തനെ അങ്ങോട്ട് നമുക്കിതിൻ്റെ രേഖ പരിശോധിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു രേഖ വന്നിട്ട് ഇങ്ങനെ കുത്തനെ കയറി പോകണം മാർക്കറ്റ് ചെയ്യുന്നത് അല്ല, ഒരിക്കലല്ല. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കയറി പോവില്ല ഒറ്റയടിക്കുക. അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇറങ്ങി ഇങ്ങനെ പോവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ വ്യതിയാനങ്ങളാണ്. ഈ വ്യതിയാനങ്ങളെന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ പോകുന്നതിന് പകരം കുറച്ച് കയറി എന്നിട്ടൊരു ഇറക്കം സൃഷ്ടിക്കും. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി കയറി ഒരിറക്കം സൃഷ്ടിക്കും. പിന്നെ വീണ്ടും കുറച്ചുകൂടി കയറി ഒരിറക്കം സൃഷ്ടിക്കും. പിന്നെ വീണ്ടും കുറച്ചുകൂടി കയറി. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ പോക്ക്. ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ വന്ന് കുറച്ചിറങ്ങി, പിന്നെ കുറച്ച് കയറി, പിന്നെ കുറച്ചിറങ്ങി, പിന്നെ കുറച്ച് കയറി, പിന്നെ കുറച്ചിറങ്ങി, പിന്നെ കുറച്ച് കയറി, പിന്നെ കുറച്ചിറങ്ങി. ഇങ്ങനെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥകളിൽ നമുക്ക് ഇത് മനസ്സിലാക്കിയിട്ട് വേണം മേടിക്കാം. ഇത് ചിലപ്പോൾ നമുക്ക് വൺ ഡേ ക്യാൻഡിൽ എടുക്കണം. ഇത് നിരവധി എലിയറ്റ് വേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. എലിയറ്റ് വേവ്സ്. ഈ എലിയറ്റ് വേവ്സ് തിയറി പ്രകാരമാണ് എന്തിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, സ്വിങ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇതൊരു സ്വിങ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതുണ്ടോ, ഇതാ ഇവിടെ വന്നിട്ട് ഇത് ഒരു പ്രാവശ്യം കയറി പിന്നെ ഇറങ്ങി. അപ്പോൾ ഇത് ഇവിടുന്ന് ഈ സ്വിങ് നമുക്ക് കണക്കാക്കി തുടങ്ങാം. ഇതൊരു സ്വിങ്, ഇത് അടുത്ത സ്വിങ് ഹൈ ആണ്. അതുപോലെ തന്നെ വീണ്ടും അടുത്ത സ്വിങ് ഹൈ. ഇതൊരു സ്വിങ് ആയിട്ട് കണക്കാക്കാം. ഇത് സ്വിങ്ങിൻ്റെ ലോ, ഇത് സ്വിങ്ങിൻ്റെ ലോ. ഇങ്ങനെ നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ കണക്കാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിങ് നിരവധി, അതാണ് എലിയറ്റ് വേവ്സ് തിയറി. നിരവധി ഒരു വേവ് പോലെയാണല്ലോ ഇത് വരുന്നത്. നിരവധി തവണ ഇത് സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ദിവസത്തെ ചാർട്ടാണെങ്കിൽ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ വന്ന് സംഭവിക്കുമ്പോൾ ഇത് ഓരോ മണിക്കൂറിലും ഇതിൻ്റെ അകത്തുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു ലെവൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഒരു മണിക്കൂറിനും ഇതിനകത്ത് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് സൃഷ്ടിച്ചിട്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതൊരു മണിക്കൂറിൽ, ഇത് 1 hourൽ ഇത് സംഭവിക്കാം. 1 hourൽ സംഭവിക്കാം, 10-15 മിനിറ്റ്സിൽ സംഭവിക്കാം, ഒരു മണിക്കൂറിൽ സംഭവിക്കാം. അപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സ് അതുപോലെ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഒരു മണിക്കൂർ എടുത്താൽ മതിയാവും. ഈ ഒരു മണിക്കൂറിനകത്ത് നമുക്ക് 1 hour ആണെന്ന് കണക്കാക്കാൻ, വലുത് 1 hour. ഇതിപ്പോൾ ഇത് വൺ ഡേ ആയിട്ട് കണക്കാക്കാം. ഈ വലുത് 1 day ആയിട്ട് കണക്കാക്കാം. ഇതൊരു 1 hour ആയിട്ട് കണക്കാക്കാം. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ നമുക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ നിരവധി ദിവസങ്ങളിൽ ഇങ്ങനെ കയറ്റം ഇറക്കം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ബാങ്കരോട് പറഞ്ഞ ഒരു ഡേറ്റ്, ഒരു 10ാം തീയതി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം, ആ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ സംഭവിക്കുന്നത് പോലത്തെ കുറേ കയറ്റിറക്കങ്ങളുണ്ടാവും. ഒരു മാസത്തിൽ കുറേ കയറ്റം ഇറക്കമായിട്ട് കുറേ പ്രൈസിൽ കിടക്കും. അപ്പോൾ അവർ എവിടെ നിന്നായിരിക്കും വാങ്ങിക്കുക? അവർ ഓരോ ദിവസവും കൂടിയാലും കുറഞ്ഞാലും അവർക്ക് മെഷീനിലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതെന്താവും, ഇപ്പോൾ ഒരു 10ാം തീയതി, ഈ 10ാം തീയതി ഇപ്പോൾ ഇവിടെയാണ് ഈ ലൈനാണ് 10ാം തീയതിയുടെ ലൈന്. ഈ ലൈനാണ് ഒരു 10ാം തീയതിയുടെ ലൈനെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഈ ഒരു ലെവലിൽ വരുമ്പോഴുള്ള പ്രൈസ് മാത്രമാണ് അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ഈ ഒരു ലെവലിൽ വരുമ്പോൾ എത്രയൊക്കെ ഉണ്ടോ ആ പ്രൈസിനാണ് അവർക്ക് വാങ്ങിക്കാൻ പറ്റുക. ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ലാഭനഷ്ടങ്ങൾ വലുതായിട്ട് നമുക്ക് ഉണ്ടാകുന്നില്ല. അതാണ് ഈ ആവറേജ് ഇതിൻ്റെ നമുക്ക് കിട്ടുന്നത്. അതൊരു 12% മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP അല്ലെങ്കിൽ ETF-ൻ്റെ SIP നമുക്ക് ലാഭവിഹിതം തന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് നേട്ടമുണ്ടായി. അതുകൊണ്ട് അങ്ങനെ പോകുമ്പോഴാണ് അത് ലക്ഷത്തിലേക്ക് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷത്തേക്ക് മന്ത്ലി 10,000 വീതം
ഈ മോഡിഫൈഡ് SIP ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, നോർമൽ SIP ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ പോയിട്ട് 12% തരണമെങ്കിൽ, മറിച്ച് അത് നമ്മൾ മോഡിഫൈഡ് SIP ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കുറഞ്ഞ ലെവലിലാണ് നമ്മൾ നോക്കി വാങ്ങിക്കുന്നത്. എക്സാക്റ്റ് കുറഞ്ഞ ലെവലായിക്കോളുന്നില്ല, കുറച്ച് അങ്ങോട്ടോട് മാറാം. ഇപ്പോൾ പരമാവധി നമുക്കതിന് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇത് മുകളിലേക്ക് പോയി. ഈ മുകളിൽ പോയിട്ട് വാങ്ങിയിട്ട് കാര്യമില്ല, നമുക്ക് കുറഞ്ഞ് കിട്ടുമ്പോഴല്ലേ കാര്യമുള്ളൂ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. അപ്പോൾ നമുക്കിവിടെ കുറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്തു, കുറയുന്ന ആ ഒരു ലെവലിൽ നമ്മൾ വാങ്ങിച്ചു, ഇവിടെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ അത് കയറിപ്പോയി, അന്നേ ദിവസം തന്നെ കയറിപ്പോയി, പിറ്റേ ദിവസം ഇവിടെ കുറച്ച് കുറഞ്ഞു. പക്ഷേ ഇപ്പം ഇത്രയും താഴത്തേക്ക് വന്നില്ല, ഈ താഴത്തേക്ക് വരുന്നില്ലല്ലോ, ഈ ലെവലിലേക്ക് പോകുന്നില്ല, ഇത് കയറിപ്പോവല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ വരുന്ന വെച്ചിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. അടുത്ത ദിവസത്തിൻ്റെ താഴെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസത്തിൻ്റെ താഴെ നമ്മൾ ഏകദേശം ഒരു താഴെ, ചിലപ്പോൾ അതിലും താഴോട്ട് പോയേക്കാം, ഏകദേശം കണക്കാക്കിയിട്ട് സ്വിംഗ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഇത് കണക്കാക്കാം. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് വാങ്ങിക്കാം, പിന്നെ അടുത്ത ലെവലിൽ വാങ്ങിക്കാം. പിന്നെ സ്വിങ്ങൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇതിങ്ങനെ കയറി പോണതിൻ്റെ ഒരു ലൈന് നമുക്ക് വരയ്ക്കാൻ പറ്റും, ഒരു ലോവർ ലൈന് അല്ലെങ്കിൽ ഒരു അപ്പർ ലൈന്, ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ചാനലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കയറ്റിറക്കം മനസ്സിലാക്കി കയറ്റത്തിൻ്റെ ഇറക്കത്തിൻ്റെ ആ ഒരു തന്ത്രപരമായിട്ടുള്ള ബയ്യ് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ കുറഞ്ഞ അവസ്ഥയിൽ ഓരോ പ്രാവശ്യം കിട്ടുമ്പോൾ നമുക്കത് വലിയ വളർച്ചയിലേക്ക് പോകും. അപ്പോൾ അതിന് അഡീഷണൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാതെ തന്നെ, കൂടുതൽ പൈസ ഇറക്കാതെ തന്നെ നമുക്ക് കൂടുതൽ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണിത്. അതുപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ നിന്ന് ഇത് അവസാനിച്ചു, ഇനി ഒരു കൺസോളിഡേഷൻ മോഡിലേക്കാണ് ഇത് പോവുക. അതുകൊണ്ട് അതിങ്ങനെ ഇവിടെ വന്നു, ഇനി ചെറിയ ചെറിയ ക്യാൻഡിലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ക്യാൻഡിലുകൾ സ്വാഭാവികമായിട്ടും ചെറിയ ക്യാൻഡിലായിരിക്കും. ഒരെണ്ണം ചെറുത്, ഒരെണ്ണം ചെറുത്, ഒരെണ്ണത്തിലൂടെയും വലുത്, ഒരെണ്ണത്തിലൂടെയും വലുത്, ഒരുത്തരം ചെറുത്. ഒരിക്കലും ഇത് അങ്ങോട്ട് മേലേക്ക് പോകുന്നില്ല, അങ്ങനെ പോകില്ല. കാരണം അത് കൺസോളിഡേഷൻ മോഡാണ്. അത് മേലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ കുറേ കണക്കുകളുണ്ട്. അത് ഈ കൺസോളിഡേഷനിൽ നിന്ന് ഒന്നുകിൽ കൺസോളിഡേഷൻ അവസാനിക്കുന്നിടത്ത് നിന്ന് ഒന്നുകിൽ മുകളിലേക്ക് പോവാം, പക്ഷെ മിക്കവാറും താഴേക്കാണ് വരിക. കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി നല്ലൊരു ഹൈയിൽ എത്തിക്കഴിഞ്ഞ് ഇനി ഇതെന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഇതെങ്ങനെ താഴോട്ട് പോരാൻ തുടങ്ങണം. കാരണം ഇവിടെ താഴോട്ട് പോരുന്നില്ലേ, ഈ താഴോട്ട് പോരുന്ന ലെവലിൽ നമ്മൾ എന്ത് മേടിക്കണം, നമുക്കത് ഏകദേശം താഴോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചു. ഒരെണ്ണം വെച്ചാൽ ഏതാനും നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് ഒരു SIP ചെയ്തു. ഈ SIPയിൽ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാങ്കിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ 5000 ഇടാൻ പറഞ്ഞിങ്ങൾ അല്ലെങ്കിൽ 10000 ഇടാൻ പറഞ്ഞാൽ അതെല്ലാം അവരുടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് തോന്നുകയാണ് കുറച്ച് കൂടുതൽ കാശിന് വാങ്ങിക്കാം. ഇപ്പം നല്ല കുറവുള്ള സമയം. അപ്പോൾ നമ്മൾ 10,000 20,000 വാങ്ങിച്ചു. അപ്പോൾ എന്തായി, നമ്മളുടെ ടാർഗറ്റ് കൂടും. എന്ന് വെച്ചാൽ 1 കോടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വരാതെ ആ രീതിയിൽ കാര്യങ്ങൾ പോകും. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ ഇവിടെ വാങ്ങിച്ചു. അപ്പോൾ എന്തായി, കുറഞ്ഞ ലെവലിലൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടി. NAV ഈ ലെവലിൽ കിട്ടിയതുകൊണ്ട് നമുക്കിതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. ഈ സ്റ്റോക്കിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ETF-ൻ്റെ ആണെങ്കിലും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിൽ നമുക്ക് പകരം നമ്മൾ വേറെ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ETF-ൻ്റെ എങ്ങനെ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. ഉദാഹരണത്തിന് ഇത് SETF എന്ന് പറയുന്നത്, SETF NN5 എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ETF ആണിത്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് എന്നാണ് ഇവിടെ എഴുതി കാണാം. മ്യൂച്വൽ ഫണ്ടിൻ്റെ ട്രേഡിങ്ങിൻ്റെ ഒരു ചാർട്ടാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് ETF. മ്യൂച്വൽ ഫണ്ട് ലൈവായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ETF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഈ SETF NN എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നിഫ്റ്റി ETF ആണ്. നെക്സ്റ്റ് നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നിഫ്റ്റി 50 ഉണ്ട്, അതിൻ്റെ അടുത്തൊരു നിഫ്റ്റി 50, അതിന് ജൂനിയർ നിഫ്റ്റി എന്നും പറയും, നെക്സ്റ്റ് നിഫ്റ്റി എന്നും പറയും. നെക്സ്റ്റ് നിഫ്റ്റിയാണ് പിന്നീട് അതിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ നിഫ്റ്റിയിലേക്ക് കുറേശ്ശെ എടുക്കുക. അപ്പോൾ നിഫ്റ്റി സ്വാഭാവികമായിട്ടും വളർന്നു കഴിഞ്ഞാൽ വലിയ ലാർജ് ക്യാപ്പ് കമ്പനി ആണെങ്കിൽ ഈ നെക്സ്റ്റ് നിഫ്റ്റി എന്ന് പറയുമ്പോൾ മിക്കവാറും മിഡ് ക്യാപ്പ് കമ്പനികളും വളരാൻ സാധ്യതയുള്ള ഇനിയും വളരേണ്ടതായിട്ടുള്ള കമ്പനികളും മൾട്ടി ബാഗർ കമ്പനികളൊക്കെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഇത് എടുക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ കണ്ടാ, ഇതിൻ്റെ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നില്ല. ഇത് കുറേ കൂടി, അതായത് 475-56 റേഞ്ചിൽ ഇത് വന്നു. ഇതുണ്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് കൂടെ റേഞ്ച്, അതായത് 2022 ഏപ്രിൽ 11 2022 ഏപ്രിൽ 11 റേറ്റാണ് ഈ കാണുന്നത്. കണ്ടാ, ഈ ഒരു
480 ഇത് വന്നു ഇല്ലേ. അത് പിന്നീട് എത്രയിലേക്ക് വളരുന്നുണ്ട്, താഴ്ന്നിട്ട് 2022 ഏപ്രിൽ 18 കഴിഞ്ഞിട്ട് ജൂൺ 21 ആകുമ്പോഴേക്ക്, 2022 ജൂൺ 21 ആകുമ്പോഴേക്ക് ഇത് എത്രയോട്ട് താഴോട്ട് വന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നുള്ള റേറ്റ് ഇതിലും കുറച്ചും കൂടി താഴോട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു താഴോട്ട് വന്നത് എക്സാക്റ്റ് ഒരു ലൈനല്ല, 370 എക്സാക്റ്റ് ലൈനിന് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ ഇട്ടിട്ട് നോക്കുകയും ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഹൊറിസോണ്ടൽ ലൈൻ ഇതാ, ഇതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു ഇതാണിത്. ഇത് ഇത്രയും താഴെ വന്നു വേണ്ടോ, ഈ ലെവലിൽ വരെ താഴെ വന്നു. അതായത് 366.21 വരെ വന്നു. അതുപോലെ മുകളിൽ പോയതാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 450 വരെ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബാങ്കുകാർ നിശ്ചയിക്കുന്ന ഒരു തുകയ്ക്ക് മേടിക്കുന്നതിന് പകരം മീൻസ് അത് എപ്പോഴാണ് വരുന്നത് അതിലല്ലേ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ താഴോട്ട് വരണ ഇതിനനുസരിച്ച് വാങ്ങിക്കാം. ഉദാഹരണത്തിന് നമുക്ക് ഓരോ ദിവസങ്ങളിലും നമുക്ക് കുറേ ഇത് താഴോട്ടുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെ താഴോട്ടുള്ളതനുസരിച്ച് നമ്മൾ വാങ്ങിക്കാം. അതെങ്ങനെ വാങ്ങിക്കേണ്ടത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനെന്താ ചെയ്യാന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇതെടുക്കുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതാത് ദിവസത്തെ ക്ലോസിംഗ് ടൈം കഴിഞ്ഞിട്ടാണ് NAV നിശ്ചയിക്കുന്നത്. അതിനുശേഷമാണ് അത് നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ വരിക. അപ്പോൾ ആ സമയം നമ്മൾ കുറഞ്ഞ വിലക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എടുത്തത് വൈകിട്ടാകുമ്പോൾ അവിടെ ലാസ്റ്റ് എപ്പോഴാണ് ചാർജ് വന്നു വെച്ചാൽ അതിനനുസരിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് കാര്യം ഉണ്ടാവില്ല. അതിന് മറികടക്കാൻ ഈ ഒരു മെത്തേഡ് ഉപകരിക്കും. അതായത് ഇതൊന്നും സാധാരണ നോർമൽ ആൾക്കാർ ചെയ്യുന്നില്ല, പലർക്കും അറിയില്ല അത്. പിന്നെ മാനുവലായിട്ട് ചെയ്യാതെ സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടില്ല. അവർക്ക് എന്താണോ എണ്ണിച്ചുട്ട് അപ്പോൾ അതേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെത്തേഡിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതെവിടെ കാണുന്നുണ്ടല്ലേ, ഉദാഹരണത്തിന് ഓരോ ദിവസത്തിൻ്റെ ക്യാൻഡിലാണ്, 1 ഡേ ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ ഇതിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഏപ്രിൽ 8 22 ഈ ക്യാൻഡിൽ കാണുന്നത്. ഈ ക്യാൻഡിൽ ഏപ്രിൽ 8 22-ൻ്റെയാണ്. ഏപ്രിൽ 8-ൻ്റെ ഈ ഒരു ക്യാൻഡിൽ ഏപ്രിൽ 8 ഏപ്രിൽ 8 2022. ഏപ്രിൽ 8 2022-ൻ്റെ ക്യാൻഡിൽ. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം പിന്നെയും കുറഞ്ഞു, അതിൻ്റെ അടുത്ത ദിവസം പിന്നെയും കുറഞ്ഞു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ വാങ്ങുന്നത് കൂടിയ ലെവലിലോ, എന്തിനാണ് നമ്മൾ അവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ അടുത്ത ദിവസം കുറഞ്ഞു. അപ്പോൾ നമുക്ക് എവിടുന്ന കുറവ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ കുറേ നേരം നോക്കി കുറയുമ്പോൾ മേടിക്കാം. ഈ കൂടുതൽ കുറവ് വരുമ്പോൾ നമുക്ക് വീണ്ടും മേടിക്കാം. അപ്പോൾ ഈ നെക്സ്റ്റ് നിഫ്റ്റിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഫ്ലക്ച്വേഷനാണ് ഇതിൽ നിന്നുള്ള ലാഭം. കാരണം അത് കുറഞ്ഞെങ്കിൽ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് സ്റ്റോക്കുകൾ താഴോട്ട് പോയിട്ട് തകർച്ചയിലേക്ക് പോകുന്ന പോലെ ഇത് പോവില്ല. അത് പോയാലും കയറി വരും. ഈ ETF-ൻ്റെ പ്രത്യേകത അതാണ്. കാരണം അതിനകത്ത് കുറേ സ്റ്റോക്കുകൾ ഉണ്ടല്ലോ, 50 സ്റ്റോക്കുകളുണ്ട് നിഫ്റ്റിയുടെ. നെക്സ്റ്റ് നിഫ്റ്റിയുടെ 50 സ്റ്റോക്കുണ്ട്. നെക്സ്റ്റ് നിഫ്റ്റി കൂടാതെ നിങ്ങൾക്ക് നിഫ്റ്റി 50യുടെ വാങ്ങിക്കാം. അതല്ലെങ്കിൽ ടെക്നോളജിയുടെ കുറേ ഫണ്ടുകളുണ്ട്, അതൊക്കെ വാങ്ങിക്കാതെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെ വന്നോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളതിൽ ഇൻബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ജസ്റ്റ് കണ്ടുപോയാൽ പോരാ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ബെൽ ബട്ടൺ അമർത്തുന്ന എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്ത ഇതിൻ്റെ ഒരു മെത്തേഡ് നമ്മളിതിപ്പോൾ ഇതൊരു ദിവസത്തെയാണ്, ഡെയിലി ക്യാൻഡിൽ ഒരു ദിവസമാണ് ഇത് സംഭവിക്കുക. നമുക്ക് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു ദിവസത്തിൻ്റെ ഇടാതെ നമുക്ക് കുറച്ചുകൂടി സമയമുണ്ട്, നമ്മൾ നോക്കിയിരിക്കാൻ സമയമുണ്ട്. വെറുതെ ഓഫീസിലാണേലും വീട്ടിലാണേലും എവിടെയാണേലും ലോകത്തെ എവിടെയാണേലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോണോ ടാബോ ലാപ്ടോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടാകും, നമുക്ക് അത് ചെയ്യാം. അതാണ് എവിടെ ഇരുന്ന് നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. ഇതൊരു ബിസിനസ്സാണല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പഠിച്ചിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ 1 അവറിലേക്ക് മാറ്റുന്നു. അതിലും കുറഞ്ഞ ടൈം ഫ്രെയിം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഇൻട്രാഡേ ട്രേഡേഴ്സിനൊക്കെയാണ് 15 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ. നമുക്കിതിപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ് കുറേ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ളത് ഇതെടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളോ ETF ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് പ്ലഡ്ജ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് പ്ലഡ്ജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും കാശിന് നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും, ഇൻട്രാഡേ
നമുക്ക് മേടിക്കാൻ പറ്റും. സ്റ്റോക്കുകൾ ഇൻട്രാഡേക്ക് മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ മേടിക്കുക. അപ്പോൾ നമ്മളുടെ കാശ് ഇതിൽ ഈ ETF-ലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും ഇത് മുടങ്ങി കിടക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഇത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഓപ്ഷൻ ചെയ്യുന്നതും വളരെ പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവരെപ്പോഴും പറയുന്നത് ഈ എന്താ അതിൻ്റെ ഈ സെബി എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ ഇൻട്രാഡേ പോലുള്ളത് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ശ്രദ്ധിച്ച് കേട്ടോളാം. 10ൽ 9 ആളും അതിൽ ഫെയിലാവുകയാണെന്നാണ് പറയണത്. അതിൽ പലരും 50,000 രൂപ വരെയൊക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയണത്. അപ്പം 100ൽ 90 ആൾക്കാരും അതിൽ പരാജയപ്പെടുകയാണ്. എന്തിൽ? ഓപ്ഷൻ ഇൻട്രാഡേ. ഇതുകൊണ്ടാണ് മാർക്കറ്റ് ഉപേക്ഷിച്ചിട്ട് ആൾക്കാർ പോകുന്നത്. കാരണം അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് സെല്ലിംഗ് ഒക്കെ നടത്തുന്ന ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വിദേശ പോർട്ട്ഫോളിയോ ഫണ്ട്, ഇവർക്ക് മാർക്കറ്റിൽ ചലനങ്ങൾ ഉണ്ടാക്കും. പിന്നെ അവർ തമ്മിൽ തന്നെ ഒരു കമ്മ്യൂണി, ഇപ്പോൾ LIC ആണെങ്കിൽ LIC, എമിറേറ്റ്സ് NBD UAE നിന്നുള്ള അവർ ചെയ്യുന്നുണ്ട്. പിന്നെ പല അമേരിക്കൻ കമ്പനികൾ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കറിയാതെ എപ്പോൾ കൂടുക എപ്പോൾ കുറയും. അപ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് അതിൽ നിന്ന് എടുക്കുമ്പോൾ അവർക്കതിൽ എന്തുണ്ടാവില്ല, അവർക്ക് അത് നഷ്ടം വരുമ്പോൾ തടഞ്ഞു നിർത്താനോ താങ്ങാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മളൊരു ഈ ലിവറേജ് എടുക്കാനല്ലോ ചെയ്യുന്നത്, നമ്മളെ സ്വന്തം കാശ് കൊണ്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റ്, ഇപ്പോൾ ഇൻട്രാഡേ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇൻട്രാഡേ നമുക്ക് അന്നേ ദിവസം തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യണതിന് 15 മിനിറ്റ് മുമ്പ് നമ്മൾ എക്സിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ബ്രോക്കേഴ്സ് എക്സിറ്റ് ചെയ്യും. ബ്രോക്കേഴ്സ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനൊരു ചാർജും കൂടി ഈടാക്കും. പിന്നെ എക്സിറ്റ് ചെയ്യാൻ നമ്മൾ ഇതിങ്ങനെ ഇൻട്രാഡേ വാങ്ങിക്കുമ്പോൾ ഓപ്ഷനാകുമ്പോൾ ചിലപ്പം ഒരാഴ്ചക്കാണെങ്കിൽ അതങ്ങനെ, അതല്ല ഒരു 2 ആഴ്ചക്കാണെങ്കിൽ മാസം വരെയൊക്കെ ഉണ്ട്. പക്ഷെ അത്ര ഒന്നും ആകുമ്പോൾ അതിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല, അതിൽ കാര്യം ഉണ്ടാവില്ല. അതിങ്ങനെ കുറഞ്ഞ് വരും, അതിൻ്റെ ഇത് പോകും. അപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ ഒരു ആഴ്ച 2 ആഴ്ച ഉണ്ടെങ്കിലാണ് സാധാരണ എല്ലാവരും എടുക്കാറ്. അപ്പം നമുക്ക് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ട്രേഡ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ലിവറേജ് എടുത്തിട്ടൊക്കെ ചെയ്യാൻ നമുക്ക് അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കിയിട്ട് വേണം ചെയ്യാം. റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഒരു 1.5%, ലോസ് ഒരു 0.8%, മാക്സിമം 1%. അത് വല്ലാതെ കുറയ്ക്കരുത്. അപ്പോൾ നമ്മൾ 0.6 0.5 ഒക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. അങ്ങനെ ചെയ്യരുത്. 1% ഒക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാവണം. പ്രോഫിറ്റ് ഒരു 1.5%. അങ്ങനെ കുറേ കച്ചവടങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, കുറേ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ലാഭമാണ്. ഇപ്പോൾ ഒരു നഷ്ടത്തിന് 1 പോയെങ്കിൽ 1.5 നമുക്ക് ലാഭം ഉണ്ടായി. അപ്പോൾ ഒരു 0.5 ലാഭം കിട്ടില്ലേ. അതിന് 10 ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5% എന്നുള്ള നിലക്ക് ലാഭം കിട്ടും. നമ്മൾ ഉപയോഗിച്ച തുകയുടെ 5%. അത് എത്രയെന്ന് വെച്ചാൽ അത്രയും കാശ്. ഇപ്പോൾ 1 ലക്ഷത്തിന് നമുക്ക് 5% ഒക്കെ കിട്ടുകയാണെങ്കിൽ 0.5% ഉണ്ടാവും. 5% ഉണ്ടാവില്ല, 0.5%. അപ്പോൾ കിട്ടിയാലും നമുക്ക് ഒരു 5,000 രൂപ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് കുറേ സമയം വേണം, അത് നോക്കിയിട്ട് ചെയ്യണം. അതുപോലെ ഓപ്ഷനും അതുപോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതായത് 1:1.5, അതായത് പ്രോഫിറ്റ് 1.5ഉം ലോസ് 1ഉം വെച്ചിട്ട് വേണം ചെയ്യാനെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പം ചിലർ പ്രോഫിറ്റ് 2% ഇടുന്ന ആൾക്കാർ, 2% ഒന്നും ഇൻട്രാഡേയിൽ അങ്ങനെ കിട്ടില്ല. അത് അത്രയും വലിയ മൊമെൻറ്റം, ഇപ്പോൾ വല്ല റിസൾട്ട് വരിക കമ്പനികളുടെ, അതല്ലെങ്കിൽ കമ്പനിക്ക് വല്ല ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും നല്ല ന്യൂസ് ഉണ്ടാവുക. ഇപ്പോൾ ഈ ഹാലുണ്ടല്ലോ, HAL കമ്പനി, ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് കമ്പനികളൊക്കെ, അവർക്ക് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങനെ കയറിപ്പോവും. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഇൻട്രാഡേ നാളെ നോക്കി ചെയ്യുക. ഇൻട്രാഡേ ചെയ്താൽ ഈ കാശ്, കാരണം നമ്മുടെ മുടങ്ങി കിടക്കുക എന്ന് പറയാനുണ്ടല്ലോ, ഈ മുടങ്ങി കിടക്കുന്ന നമ്മളെ ഈ സ്റ്റോക്കിൻ്റെയും അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് ETF-ൻ്റെ ഒക്കെ ഇതൊക്കെ നമുക്ക് പ്ലഡ്ജ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മാർജിൻ കാശ് ഇറക്കിയിട്ട് നമുക്ക് ഇൻട്രാഡേ ഒക്കെ ഓപ്ഷനൊക്കെ ട്രേഡ് ചെയ്യാവുന്നതാണെന്ന് പറയായിരുന്നു. പക്ഷെ അത് ചെയ്യണമെന്നല്ല പറയണത്. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നമ്മളിതിലൊരു 1 അവറിൻ്റെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. 1 അവറിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് 1 അവറിൻ്റെ നമ്മൾ റീലോഡ് ചെയ്ത് നോക്കുമ്പോഴേ 1 അവർ ഇതാ, ഇത് 1 അവറിൻ്റെ ഇതിൽ തന്നെ കുറേ മാറ്റങ്ങൾ 1 അവറിൻ്റെ കാണിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് കുറേ സമയം ഏതെങ്കിലും ടൈമിൽ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാൻ 1 അവറിൻ്റെ നോക്കണമായിരിക്കും നല്ലത്.
1 ഹവറിൻ്റെ വന്നിട്ട് ഇത് 1 ഹവർ ചാർട്ടാണ്. അപ്പോൾ SETF NN550 എന്ന് പറയുമ്പോൾ ഇത് നെക്സ്റ്റ് നിഫ്റ്റിയുടെ ആണ്, ഈ SBIയുടെ ആണ്. അപ്പോൾ ഈ 1 ഹവറിൽ സംഭവിക്കുന്ന ഈ ഫ്ലക്ച്വേഷൻസ് കണ്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ അത് 2024 13-നാണ്, മാർച്ച് 13-ന്, 2024 മാർച്ച് 13-ന് എൻ്റെ 1 ഡേ ക്യാൻഡിലാണെങ്കിൽ മാർച്ച് 14 2024 ഒന്നുകൂടി അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ചാർട്ട് ഉദ്ദേശിച്ച മാതിരി പെട്ടെന്ന് വരുന്നില്ല, ചാർട്ടിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. നമുക്ക് 1 ഹവറിലേക്ക് തന്നെ പോവാം. അപ്പോൾ ചാർട്ട് കുറച്ചുകൂടി കറക്റ്റായിട്ട് ഇതിൽ വരുന്നുണ്ട് പോകുന്നുണ്ട്. ഈ വർക്കിംഗ് ഡേ അല്ലാത്ത കാരണം കുറഞ്ഞ ഇതിലുണ്ടാവും മാറ്റം. അപ്പോൾ അത് 1 ഹവറിൻ്റെ ചാർട്ടാണിത്. 1 ഹവറിൻ്റെ ഇത് വന്നിട്ട് ഇത് 1 ഹവറിൻ്റെ ആണ്. 1 ഹവറിൻ്റെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ വലിയ മാറ്റങ്ങൾ കിടക്കുന്ന ഇതുണ്ട്. ഈ വലിയ മാറ്റങ്ങളൊക്കെ കിടക്കുന്ന ഈ നമ്മുടെ ഇലക്ഷൻ്റെ ടൈമിലുണ്ടായിട്ടുള്ള ഫ്ലക്ച്വേഷനാണ്. ഇതൊന്നും എപ്പോഴും സംഭവിക്കില്ല. കേട്ടോ, ഇലക്ഷൻ ടൈമിലുണ്ടായിട്ടാണ് വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും എപ്പോഴും സംഭവിക്കില്ല, അത് അപൂർവമായിട്ട് സംഭവിക്കുള്ളൂ. അപ്പോൾ അല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 1 ഹവറിൻ്റെ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരെണ്ണം എടുത്തായിരുന്നല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് സ്കിപ്പായി. 2024 മെയ് 22 നമുക്ക് താഴോട്ട് വരുന്നത് നോക്കാം. കുറച്ച് താഴോട്ട് വരുന്നത് ഇവിടെ ഇപ്പോൾ 2024 മെയ് 6-ൻ്റെയാണ് ഈ ക്യാൻഡിൽ. മെയ് 6-ൻ്റെ 1 ഹവർ ക്യാൻഡിലാണ് കാണിക്കുന്നത്. കേട്ടോ, ഇത് ഇത്രയും ഇവിടെ ഫ്ലക്ച്വേഷൻ ഉണ്ടായി, വ്യതിയാനം ഉണ്ടായി, പിന്നെ താഴോട്ട് വീണ്ടും വന്നു, പിന്നെ ഇവിടെ ഒരു കൺസോളിഡേഷൻ വന്നു. ഈ കൺസോളിഡേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കും. എന്തുണ്ടാവും, ഒരു കൺസോളിഡേഷൻ വന്നിട്ട് ഇതെല്ലാം മാർക്കറ്റ് പഠിച്ചിരിക്കണം. ഇവിടെ ഇത് താഴോട്ട് വന്നു. കേട്ടോ, ഈ ആദ്യത്തെ 10 മണി സമയത്ത് ഇത് താഴോട്ട് വന്നു, പിന്നെ വീണ്ടും ഇത്തിരി കയറിയിട്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കി. ഈ കൺസോളിഡേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് പോകും. ഇവിടെ താഴോട്ട് വരാനാണ് സാധ്യത. കണ്ടോ, ഇവിടെ ഓൾറെഡി അത്യാവശ്യം കയറിപ്പോയി. കണ്ടോ, അത്യാവശ്യം കയറിപ്പോയി, പിന്നെ ഇങ്ങനെ താഴോട്ട് വരാൻ സാധ്യത. കേട്ടോ, ഈ താഴോട്ട് വന്നു, ഈ താഴോട്ട് വന്നിട്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ ആക്കി. കേട്ടോ, വീണ്ടും താഴോട്ട് വന്നിട്ടില്ലേ, ഇതിങ്ങനെ താഴോട്ട് വന്നു. ഇപ്പോൾ താഴോട്ട് വരുന്ന ലെവലിലൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഏതെങ്കിലും ലെവലിലൊക്കെ നമ്മളുടെ ഫിനാൻസ് അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. പക്ഷേ ഇതൊരു വീണ്ടും പിന്നീട് ഒരു W ഉണ്ടാക്കിക്കൊണ്ട് കണ്ടോ, ഒരു W ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിലേക്ക് പോകാണ്ട് ഒരു W ഉണ്ടാക്കിയത്, W സൃഷ്ടിച്ചുകൊണ്ട് കണ്ടോ, ഒരു W ഏകദേശം ഒരു W ആണ്. പിന്നെ അങ്ങനെ W അങ്ങനെ അവിടെ കയറി ഇതൊരു W ആണ് കണക്കൂട്ടാണെങ്കിൽ ഇതങ്ങനെ കയറി പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കുറേ ചാർട്ട് പാറ്റേണുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻട്രാഡേ ചെയ്തിട്ട് കാശുണ്ടാക്കണം എന്നുള്ളവർക്ക് ആണെങ്കിൽ കൂടുതൽ കാശ് കിട്ടും. അല്ലെങ്കിൽ ETF-ൽ തന്നെ ഇതുപോലെ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് ലക്ഷങ്ങൾ കിട്ടുന്നത് കോടികൾ കിട്ടും. അപ്പോൾ അതിന് ക്ഷമയോടുകൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ തയ്യാറാവണം. നല്ല കമ്പനി നോക്കി തിരഞ്ഞെടുത്തിട്ട്, നല്ല മ്യൂച്വൽ ഫണ്ടുകൾ നോക്കി തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അതിലൂടെ ലാഭം ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഈ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. കുറച്ച് ഈ ഫണ്ടുകളെ കുറിച്ച് ഞാൻ പറയാം. ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ലാർജ് ക്യാപ്പ് HDFC ടോപ്പ് 100, 2 ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മിഡ് ക്യാപ്പ് ആണെങ്കിൽ SBI മാഗ്നം ഫണ്ട്, സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഇത് ഒരു ഏകദേശം പഠനത്തിന് വേണ്ടി പറയണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് മേടിക്കാം. പിന്നെ ഒരു ഫ്ലെക്സി ക്യാപ്പ് എന്തായാലും ഉണ്ടെന്ന് നല്ലതാണ്. HDFCയുടെ ഒക്കെ നല്ല ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്, അതിന് നല്ല വളർച്ച ഉണ്ടാവും. പിന്നെ ഈ ETF പറയുകയാണെങ്കിൽ SBIയുടെ നിഫ്റ്റി 50 ETF ഉണ്ട്, അത് നിഫ്റ്റിയുടെ 50 കമ്പനികളാണ്. പിന്നെ അതുപോലെ തന്നെ SBIയുടെ നെക്സ്റ്റ് നിഫ്റ്റി ETF ഉണ്ട്, അത് നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ നിഫ്റ്റി. പിന്നെ CPSE ETF ഉണ്ട്. CPSE ETF വളരെ നല്ലതാണ്, അത് നല്ല വളർച്ച കാണിക്കുന്ന ഇതാണത്. ഫ്ലക്ച്വേഷൻ അധികമില്ല, പക്ഷേ മാർക്കറ്റ് ഇടിയുമ്പോൾ മേടിച്ചാൽ നല്ല ഗുണം കിട്ടും. പിന്നെ ഒരു ബാങ്കിൻ്റെ പറയണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ കൊട്ടാക്ക് PSU ബാങ്ക് ETF, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കൂടുതൽ ഇതിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇൻബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. നമ്മളിതൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സാമ്പത്തിക സാക്ഷരത യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളിലേക്ക് എത്തിക്കണം. പ്രത്യേകിച്ചും പ്രവാസികൾക്കൊക്കെ സാമ്പത്തിക ആസൂത്രണങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരിലും എത്തിക്കണം. നാട്ടിലും സാമ്പത്തിക ആസൂത്രണങ്ങൾ കുറവാണ്. ഏത് കുറഞ്ഞ ആളുകൾക്കും കമ്പനികളുടെയൊക്കെ ഷെയർ വാങ്ങിക്കാൻ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പറ്റും. ഇന്ത്യൻ മാർക്കറ്റിൽ ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്, അതുകൊണ്ടാണ് വിദേശത്തു നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതിലിട്ടിട്ട് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് കുറേശ്ശെ നമുക്ക് നല്ല ഇത് നോക്കിയിട്ട് നമുക്ക് അറിയാത്തത് നമ്മളെ വിദഗ്ധന്മാരുടെ അടുത്ത് അന്വേഷിച്ചറിഞ്ഞിട്ട് ഇതുപോലെ പഠനങ്ങൾ നടത്തിയിട്ടൊക്കെ വാങ്ങിക്കാം.
എല്ലാവരും ലൈക്ക് ചെയ്യുക, ജസ്റ്റ് വിട്ടിട്ട് പോയാൽ പോരാ, കമൻറ്റ് ചെയ്യുക, ബെൽ അമർത്തുക, എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ പുന്നയൂർക്കുളം സൈനുദ്ദീൻ സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.